മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ജ്യോതി മൽഹോത്ര എന്ന വ്ളോഗർ ഉൾപ്പെടെ 6 പേരോളം ഇപ്പൊ ലേറ്റസ്റ്റ് മറ്റൊരു വാർത്തയും കൂടി വന്നിട്ടുണ്ട്. ഹരിയാനയിൽ നിന്ന് തന്നെ മറ്റൊരു അറസ്റ്റ് കൂടി നടന്നു എന്നുള്ളത്. അങ്ങനെ നിരവധി അറസ്റ്റാണ് നമ്മുടെ രാജ്യത്തിനെതിരെ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി എടുത്തു എന്ന് ചാരപ്രവർത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളെ വലിയ രീതിയിൽ അറസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ആദ്യമേ തന്നെ എടുത്തു പറയാം, ഈ ജ്യോതി മൽഹോത്ര എന്ന വ്ളോഗർ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഒരു മലയാളി വ്ളോഗർ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്ക് ആ വ്ളോഗറെ കുറിച്ച് വിശദമായിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം, തെളിവ് സഹിതം. ഈ ജ്യോതി മൽഹോത്ര എന്ന വ്ളോഗറുമായി ബന്ധപ്പെട്ട വലിയ വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളിലൂടെ വരുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് ഈ ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഈ ജ്യോതി മൽഹോത്ര എന്ന പേര് കേട്ടതോട് കൂടിയിട്ട് ഒരുപാട് തീവ്ര ചിന്താഗതിക്കാര് ഇവരെ സംഘിയാക്കാനും സംഘപരിവാർ ആളാക്കാനും BJP ആക്കാനൊക്കെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ കോർത്ത് പുച്ഛം മാത്രമാണ്. ഇവിടെ മതം നോക്കി നിങ്ങൾ BJPയും സംഘപരിവാറും ഒക്കെ ആക്കാൻ ഇത്തരം ആളുകൾക്കൊന്നും ഒരു ഉളുപ്പില്ലേ. പറയുന്ന ജ്യോതി മൽഹോത്ര എന്ന് പറയുന്നത് BJPയുമായിട്ട് ഒരു ബന്ധവുമില്ല, സംഘപരിവാറുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇവര് വീഡിയോ തുടങ്ങിയ കാലം മുതൽ ഇടതു ലൈന്, പ്രതിപക്ഷ ലൈനാണ് സ്വീകരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് രാജ്യവിരുദ്ധത തന്നെയാണ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ഇവര് പാകിസ്ഥാൻ ഈ പറയുന്ന ജ്യോതി മൽഹോത്ര എങ്ങനെയാണ് പെട്ടത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം. ഇവർക്കെതിരെയുള്ള തെളിവ് എന്ന് പറയുന്നത് ഇവരുടെ വീഡിയോകൾ തന്നെയാണ്. ഇവർ 2023 മുതൽ പാകിസ്ഥാൻ സന്ദർശിക്കുന്നു. ഈ പാകിസ്ഥാനിലേക്ക് സന്ദർശിക്കാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ളത് പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഡാനിഷ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ്. അതായത് യഹ്സാൻ ഉർ റഹീം എന്നുകൂടിയാണ് പേരുള്ള ഔദ്യോഗിക പറ്റും. എന്നാൽ ഡാനിഷ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഡാനിഷിനെ ഈ 13 തന്നെ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നു എന്ന പേരില് രാജ്യം തിരിച്ചയച്ചിരിക്കുന്നു. അതായത് ഈ ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ, തെളിവ് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് ശേഖരിച്ചു കഴിഞ്ഞു. ഇവർ പാകിസ്ഥാനിലേക്ക് പോകുന്നു, പാകിസ്ഥാനുമായിട്ട് വലിയ രീതിയിൽ അവിടെയുള്ള ഓരോ കാര്യങ്ങള് വീഡിയോകൾ ചെയ്യുന്നു, വലിയ രീതിയിൽ പുകഴ്ത്തിക്കൊണ്ട്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഇവരുമായി ബന്ധപ്പെട്ട് ഈ ജ്യോതി മൽഹോത്ര ഡാനിഷിനുമായി ബന്ധപ്പെടുന്നു. ഡാനിഷാണ് പാകിസ്ഥാനിലേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. എന്നിട്ട് പാകിസ്ഥാനിൽ എത്തിയിട്ട് അവിടെ സഹായത്തിന് അലി ഇഹ്വാൻ, ഷാക്കിർ, റാണ ഷഹബാസ് എന്ന് പറയുന്ന അവിടെയുള്ള ISI ഉദ്യോഗസ്ഥന്മാർ, അതായത് അവരുടെ ചാര സംഘടനയുടെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടാണ് ഇവർ കണക്ട് ആവുന്നത്. ഇവരാണ് ഇവരെ പാകിസ്ഥാനിലൂടെയൊക്കെ തന്നെ സഞ്ചരിപ്പിക്കുന്നത്, ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഉദ്യോഗസ്ഥന്മാർ വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നു. ഈ ISI ഉദ്യോഗസ്ഥന്മാരുടെ പേര് പോലും മറ്റു പല രീതിയിലുമാണ് ഇവരുടെ ഫോണിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ സകല ആളുകളും തിരിച്ചറിയുക, ഇവർ കൃത്യമായിട്ട് പുറം രാജ്യവുമായിട്ട് ബന്ധമുണ്ട് എന്ന് തെളിവ് സഹിതമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചു എന്നത് ഉൾപ്പെടെയുള്ള കേസുകളിൽ ഇപ്പോ ജ്യോതി മൽഹോത്ര അറസ്റ്റിലായിരിക്കുന്നു. മറ്റ് ആളുകളുടെയൊക്കെ തന്നെ ഡീറ്റെയിലുകൾ പുറത്തു വരുന്നേ ഉള്ളൂ. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ ഇവരുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളൊന്നും തന്നെ പുറത്തു വരില്ല എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. സകല ആളുകളും തിരിച്ചറിയുക, നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരു ഉളുപ്പുമില്ലാതെ പാകിസ്ഥാന് വേണ്ടി ആര് പണിയെടുത്താലും അവരുടെ പിന്നാലെ തന്നെ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഈ ജ്യോതി മൽഹോത്രക്ക് നമ്മുടെ കേരളവുമായിട്ട് ബന്ധമുണ്ട്. അതങ്ങനെയാണല്ലോ. നമ്മുടെ രാജ്യത്തിനെതിരെ അത്തരത്തിലുള്ള ഏതൊരു കേസ് വന്നാലും കേരളവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചെറിയ ബന്ധം ഉണ്ടാവും. ഈ വ്ളോഗർ തന്നെ ഒരു 400-ലധികം അത്തരം ഒരു വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ, അത്രത്തോളം. എന്നിട്ട് പോലും അവർ യാത്ര ചെയ്തതിൽ നമ്മുടെ കേരളമുണ്ട്, മൂന്നാറുണ്ട്, ആലപ്പുഴയുണ്ട്, കൊച്ചിയുണ്ട്. ഇവിടെയൊക്കെ തന്നെ യാത്ര ചെയ്ത് തിരിച്ചു പോയിട്ടുണ്ട്. ഈ ട്രാവൽ വ്ളോഗൊക്കെയാണ് അവർ ചെയ്യുന്നത്. ഇവരതിലൂടെ അവരുടെ പൊളിറ്റിക്സ്, അവരുടെ ലക്ഷ്യം അവര് നിറവേറ്റി. അതായത് നമ്മുടെ രാജ്യത്തിനെ അങ്ങ് ചതിച്ചോ, നമ്മുടെ രാജ്യത്തിനെതിരെ അവര് പ്രവർത്തിച്ചോ. ഈ പറയുന്ന പാകിസ്ഥാനിൽ പോയിട്ട് വലിയ സംഭവമാണ് പാകിസ്ഥാനി എന്ന പ്രചരണം നിരന്തരം നടത്തി. പാക് ഹൈക്കമ്മീഷനിലേക്ക് ഈ ഡാനിഷ് എന്ന ഉദ്യോഗസ്ഥന് ഇഫ്താറിന് പോലും
കഴിഞ്ഞ ഈ അടുത്ത് ഇവരെ ക്ഷണിച്ചു, ഇവരതിൽ പങ്കെടുത്തു. ഡാനിഷുമായിട്ട് ഇവർ സംസാരിക്കുന്നതിന്റെ വീഡിയോകൾ തന്നെ ഇവരുടെ ചാനലിലുണ്ട്. അതൊക്കെ തന്നെ കണ്ടു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ് ഇവർക്ക് ഒരുപാട് മുമ്പേ തന്നെ ഈ ഡാനിഷുമായിട്ട് വലിയ ബന്ധമുണ്ട് എന്നുള്ളത്. അതായത് ഇവരുടെ വീഡിയോകൾ തന്നെയാണ് ഇവർക്കെതിരെ തെളിവായിട്ട് കൃത്യമായിട്ട് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് ശേഖരിച്ചിട്ടുള്ളത്. ഇവര് പാക് ISIയുമായി ബന്ധപ്പെട്ട അവരുടെ ചാരസംഘടനയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായിട്ടോ ബന്ധപ്പെടുന്നുണ്ട്, കോണ്ടാക്ട് ഉണ്ട് എന്നത് ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാർ ഉയർത്തിപ്പിടിക്കുന്നു. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, അതായത് പാക് അനുകൂല, പാക്കിനെ വലിയ രീതിയിൽ പാക്കിൽ വലിയ സംഭവമാണ് എന്ന രീതിയിൽ പ്രചരിപ്പിച്ചതിന് ഉൾപ്പെടെയാണ് അറസ്റ്റ് ചെയ്ത്. അതേപോലെ തന്നെ ഇവിടെ പ്രചരിപ്പിക്കുന്നൊരു ചാനലുണ്ട്, അറേബ്യൻ മലയാളി എന്ന് പറഞ്ഞിട്ട്. നമ്മൾ കഴിഞ്ഞ കുറച്ചു മുമ്പേയും ഈ വ്യക്തിയുടെ കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നു എന്നത് ഉൾപ്പെടെ തെളിവ് സഹിതം നമ്മൾ ഇതിനോടകം തന്നെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇവർ ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ഒന്ന് രണ്ട് തമ്പുകൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എത്രത്തോളം രാജ്യവിരുദ്ധതയാണ്. അതായത് ജ്യോതി മൽഹോത്ര പാകിസ്ഥാനെ എങ്ങനെ പുകഴ്ത്തുന്നോ, അവരൊരു ട്രാവൽ ബ്ലോഗർ ആയതുകൊണ്ട് അവിടെ പോയിട്ട് വീഡിയോ ചെയ്തിട്ട് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നു. എന്നാൽ ഈ വ്യക്തി വാർത്തകൾ അവതരിപ്പിച്ച് കൃത്യമായിട്ട് പാകിസ്ഥാനെ പിന്തുണയ്ക്കുക ചെയ്ത്. അതായത് പാകിസ്ഥാന് നമ്മുടെ രാജ്യത്തിനെതിരെ നടത്തുന്ന ട്രോൾ വീഡിയോകൾ പോലും എടുത്തു പൊക്കിയിട്ട് പാകിസ്ഥാനെ പൊക്കിപ്പിടിക്കാം. ഒരുപാട് തവണ ചൈന നമ്മുടെ രാജ്യത്തിനെതിരെ അവിടെ നിന്ന് വരുന്ന ട്രോളുകൾ ഇതൊക്കെ തന്നെ പൊക്കിപ്പിടിച്ചിട്ട് അവർ പറയുന്നതാണ് ശരിയെന്ന രീതിയിലാ ഈ ബ്ലോഗർ മുന്നോട്ട് പോകുന്നത്. ഞാൻ ഒന്ന് രണ്ട് തമ്പ് വായിച്ചു കേൾപ്പിക്കാം. S-400 വെറും ചീള കേസ്. ഗോദി മീഡിയ BJP IT സെൽ വ്യാജ ന്യൂസ് ആണ് യഥാർത്ഥ താരം. അതായത് നമ്മുടെ S-400 അതായത് സുദർശന ചക്ര വളരെ മോശമാണ് എന്ന രീതിയിൽ നമ്മുടെ ഭാരതത്തിലേക്ക് പാകിസ്ഥാന്റെ ഒരു മിസൈല് പോലും നമ്മുടെ മണ്ണിലേക്ക് പതിക്കാതിരുന്നത് ഈ S-400 നമ്മൾ വീണ്ടും വികസിപ്പിച്ചിട്ടുള്ള സുദർശൻ ചക്ര കാരണമാണ് എന്നുള്ളത് ഈ രാജ്യത്തെ ബോധമുള്ള ഏതൊരു പൗരനും അറിയാം. എന്നിട്ടും ഇവൻ ഇവിടെ ഇരുന്നു കൊണ്ട് തോന്നിയത് വിളിച്ചു പറയാ അതൊക്കെ ഒരു ചീള കേസാണ്, ഒന്നിനും എന്താണ് S-400 എന്ന് പോലും അറിയാതെ ഒരു പൊട്ട മാത്രം വിളിച്ചു പറയുന്ന ഒരു ബ്ലോഗറാണ്. ഒരു നോളേജും ഇല്ല, ഒരൊറ്റ നോളേജേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തിനെതിരെ വീഡിയോ ചെയ്യണം, നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കണം, തീവ്ര ചിന്താഗതിക്കാർക്ക് വേണ്ടി അടിയുറച്ച് മുന്നോട്ട് പോകണം. അത് മാത്രമേ ഉള്ളൂ ഈ ചാനലിന്. നിരന്തരം നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നിരന്തരം നമ്മളെ തിരിച്ചടിച്ചതുമായി ബന്ധപ്പെട്ട് പോലും അതിന്റെ തൊട്ടു പിന്നാലെ ഈ വ്ളോഗർ മുന്നോട്ട് വെച്ചതിന്റെ മറ്റൊരു തമ്പ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. മോദി ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ നാറ്റിച്ചോ, പാകിസ്ഥാനിൽ ആഹ്ലാദ തിമർപ്പ്. നമ്മുടെ സൈന്യം പാകിസ്ഥാനെ തിരിച്ചടിച്ച് പാകിസ്ഥാൻ വലിയ രീതിയിൽ തകർച്ച അംഗീകരിച്ച് ലോകം മൊത്തം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അത്തരം വാർത്തകൾ വരുമ്പോഴോ ഇവിടെ കിടന്ന് വിളിച്ചു പറയാണ് പാകിസ്ഥാൻ വലിയ ആഹ്ലാദത്തിലാണ് എന്ന്. എന്താണ് എന്നിട്ട് അവിടെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ആഘോഷിക്കുന്ന വീഡിയോ പൊക്കിക്കൊണ്ടുവന്ന് ഇവിടെ മുന്നോട്ട് വെച്ചിട്ട് പറയാം അവിടെ വലിയ ആഘോഷമാണ്, ഇവിടെ ആഘോഷമൊന്നും ഇല്ലാത്തത് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയാം. അത്തരത്തിലുള്ള വാദം നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം ഈ വ്ളോഗർ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കെതിരെ നമുക്കറിയാം രാഷ്ട്രീയമായിട്ട് യോജിപ്പ് വിയോജിപ്പൊക്കെ ഈ ജനാധിപത്യ രാജ്യത്ത് എല്ലാ പൗരന്മാർക്കും ഉണ്ടാവും. പക്ഷെ നമ്മുടെ ശത്രു രാജ്യവുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ശത്രു രാജ്യത്തിനപ്പുറം ഒരു വ്യക്തിക്ക് നിൽക്കാൻ സാധിക്കുക? അത് കൃത്യമായ രാജ്യവിരുദ്ധതയാണ്, നമ്മുടെ രാജ്യത്തിനെതിരെയാണ് ഈ വ്യക്തി ചെയ്യുന്നത്. അതായത് ജ്യോതി മൽഹോത്ര എന്ന വ്ളോഗർക്ക് എതിരെ നമ്മുടെ അന്വേഷണ ഏജൻസികൾ എടുത്ത എല്ലാ തരത്തിലുള്ള തെളിവുകളും, പ്രത്യേകിച്ച് ഹൈക്കമ്മീഷനുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. അതേസമയം അവർക്ക് വേണ്ടി വലിയ രീതിയിൽ പാകിസ്ഥാന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ വാദിക്കുന്നുണ്ട് അവരുടെ സോഷ്യൽ മീഡിയ. ഇനി എന്തൊക്കെ ബന്ധം ഉണ്ടാവുമോ എന്നുള്ളത് ഇവരൊക്കെ അന്വേഷിക്കുക തന്നെ ചെയ്യണം. നമ്മുടെ രാജ്യത്തിനെതിരെ മാത്രമാണ് ഈ വ്യക്തി നിരന്തരം വീഡിയോകൾ ചെയ്യുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ പ്രഖ്യാപിച്ചത് മുതൽ ഈ വ്യക്തിയുടെ ചാനലിൽ നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുക. ജ്യോതി മൽഹോത്രയുടെ വീഡിയോകളിൽ നിന്ന് തെളിവ് ശേഖരിച്ചതുപോലെ തന്നെ ഈ അറേബ്യൻ മലയാളിയുടെ വീഡിയോകളിലും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം വീഡിയോകൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിനെതിരെ ഈ വ്യക്തി വിളിച്ചു പറയുന്ന സകല ആളുകളും തിരിച്ചറിയുക, നമ്മുടെ രാജ്യത്തിനെതിരെ ആര് പ്രവർത്തിച്ചാലും അവരുടെ പിന്നാലെ തന്നെ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് ഉണ്ട് എന്നുള്ളത്.